ഹോം ടു ഹോമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു വീട് ഇന്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് വാർഡ്രോബ് എന്നുള്ളത്. ആ വാർഡ്രോബ് ഏറ്റവും ഭംഗിയായിട്ടും ഏറ്റവും എഫക്റ്റീവായിട്ടും നമുക്ക് ഉപയോഗപ്രദമാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീടിനകത്ത് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വാർഡ്രോബിനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വാർഡ്രോബ് എന്താണ്, എങ്ങനെയാണ് ഏറ്റവും എഫക്റ്റീവായിട്ടും കോസ്റ്റ് കുറച്ചിട്ടും എങ്ങനെ ചെയ്യാൻ പറ്റും, അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽസുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട്. വാർഡ്രോബിനെ നമുക്ക് വിശദമായി ഒന്ന് പരിചയപ്പെടാം. ഇത് വാർഡ്രോബിൻ്റെ ഒരു ചെറിയ പ്രോട്ടോടൈപ്പാണ്. വാർഡ്രോബ് മെയിനായിട്ട് 2 പാർട്സ് ആണ് വാർഡ്രോബിനുള്ളത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കാർ കേസാണ്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഡോറാണ്. ഇത് രണ്ടും കൂടി ചേരുന്നതാണ് ഒരു വാർഡ്രോബ് എന്ന് പറയുന്നത്. വാർഡ്രോബിൻ്റെ സൈസാണ് അടുത്ത പ്രധാനപ്പെട്ട ഘടകം. അതിൽ ഈ സൈസ് എന്ന് പറയുന്നത് ഈ ഭിത്തി മുതൽ വാർഡ്രോബിൻ്റെ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഏറ്റവും കുറഞ്ഞത് 45 സെൻറ്റിമീറ്റർ ആവാം, 50 സെൻറ്റിമീറ്ററിൽ കൊടുക്കാം, 60 സെൻറ്റിമീറ്ററിൽ കൊടുക്കാം. ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള അളവ് എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 60 സെൻറ്റിമീറ്ററോ ആണ്. കാരണം ഇതിനകത്ത് നമുക്ക് ഒരു ഡ്രസ്സ് എഫക്റ്റീവായിട്ട് ഹാങ് ചെയ്തിടണം എന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു 50 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. 60 സെൻറ്റിമീറ്ററാണ് കൊടുക്കുന്നതെങ്കിൽ വളരെ അതിലും നന്നായിരിക്കും. വാർഡ്രോബിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിൽ കൊടുക്കാം. ഒന്നില്ലെങ്കിൽ ലിൻഡൽ ലെവൽ വരെ കൊടുക്കാം. ലിൻഡൽ ലെവൽ 210 സെൻറ്റിമീറ്റർ ഉള്ള വീടുകൾക്ക് 2.10 വരെ കൊടുക്കാം. അല്ലെങ്കിൽ അത് അപ് ടു റൂഫ് സ്ലാബ് വരെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ വിഡ്ത്ത് സാധാരണ ഒരു പാനൽ സ്പേസ് നമ്മൾ 50 സെൻറ്റിമീറ്റർ എന്നുള്ള അളവിലാണ് സാധാരണ കൺസിഡർ ചെയ്യുന്നത്. അത് 40ലേക്കോ 45ലേക്കോ കുറയ്ക്കുകയോ 60ലേക്കോ 90ലേക്കോ കൂട്ടുകയോ നമുക്ക് ചെയ്യാം. നോർമലി കൺസിഡർ ചെയ്യുന്നത് നമ്മൾ 2 പാനൽ വാർഡ്രോബ് ആണെങ്കിൽ ഒരു 100 സെൻറ്റിമീറ്റർ ഒരു പാനൽ സൈസിന് 50 വെച്ചിട്ട് 2 എണ്ണത്തിന് 100 സെൻറ്റിമീറ്ററും ഹൈറ്റ് 210 സെൻറ്റിമീറ്ററുമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. വാർഡ്രോബിനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ബെഡ്റൂമിലാണ് നമ്മൾ വാർഡ്രോബിനെ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമുക്കത് 3 രീതികളിൽ നമുക്ക് കൊടുക്കാം. ഒന്ന് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു വാർഡ്രോബ് മേക്ക് ചെയ്ത് റൂമിൻ്റെ ഒരു പ്രത്യേക പൊസിഷനിൽ നമ്മൾ പ്ലേസ് ചെയ്യാം. രണ്ടാമത്തത് റൂമിനോട് ചേർന്ന് തന്നെ ഒരു സി ടൈപ്പിൽ പ്രൊജക്ഷൻ ഭിത്തി പുറത്തേക്ക് കൊടുത്തതിന് ശേഷം വാർഡ്രോബ് ബിൽറ്റ് ഇൻ രീതിയിൽ നമുക്ക് ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വാർഡ്രോബ് ഒരു സിറ്റിംഗ് പ്ലാറ്റ്ഫോമായിട്ട് ഇതേപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഒരു വാർഡ്രോബ് ഉണ്ടാവും, ആ വാർഡ്രോബിനോട് ചേർന്ന് തന്നെ ഒരു സിറ്റിംഗ് പ്ലാറ്റ്ഫോമും കൂടി ചേർത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വാർഡ്രോബിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഈ സിറ്റിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ബോട്ടത്തിലും നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുക്കാവുന്നതാണ്. വാർഡ്രോബിൻ്റെ ഫങ്ഷനാലിറ്റി ലെവലിൽ അതിന് പ്രധാനമായിട്ടും 3 രീതിയിലാണുള്ളത്. ഒന്ന്, നമുക്ക് മുഷിഞ്ഞ തുണികൾ ഇടാനുള്ള ഒരു സ്പേസ് വാർഡ്രോബിനകത്ത് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. രണ്ടാമത്തത് അലക്കിയ തുണികൾ തേക്കുന്നതിന് മുമ്പായിട്ട് മടക്കി വെക്കാനുള്ള ഒരു സ്പേസ് അതിനകത്ത് നമുക്ക് ഉള്ളത് വളരെ നല്ലതാണ്. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് അലക്കി തേച്ച് തുണികൾ കൃത്യമായി അടുക്കി വെക്കാനുള്ള രീതിയിലുള്ള ഒരു സംവിധാനവും ആ വാർഡ്രോബിലുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ആ വാർഡ്രോബ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇതിനനുയോജ്യമായ രീതിയിലുള്ള ആക്സസറീസുകൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. മടക്കി വെക്കുന്ന ഡ്രസ്സുകൾ ഏറ്റവും എഫക്റ്റീവായിട്ട് ഓരോ ട്രേകളിൽ ഓരോ കാര്യങ്ങളായിട്ട് അടുക്കി വെക്കാവുന്ന രീതിയിലുള്ള ആക്സസറീസുകൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതുകൂടാതെ വാർഡ്രോബിനകത്ത് നമുക്ക് തേക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്കൊരു തുണി തേച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ വാർഡ്രോബിനുള്ളിൽ മടക്കി ഒതുക്കി വയ്ക്കാവുന്ന ടൈപ്പിലുള്ള ഇതേപോലുള്ള അയണിങ് ടേബിളുകൾ വരെ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ സുലഭമായിട്ട് ലഭ്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾക്കും ആവശ്യകതകൾക്കും അനുസരിച്ചിട്ടുള്ള അനേകം ആക്സസറീസുകൾ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വാർഡ്രോബ് ചെയ്യുമ്പോൾ വാർഡ്രോബിന് അകത്തായിട്ട് നമ്മൾ
ഒരു ഡ്രോവർ സ്പേസോ അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളോ ഒക്കെ വെക്കുന്നതിനുള്ള ഒരു ലോക്കർ സംവിധാനവും നമുക്ക് വാർഡ്രോബിൽ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഇതേപോലുള്ള ഡ്രോവേഴ്സുകളും നമുക്ക് വാർഡ്രോബിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. വാർഡ്രോബ് ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാർഡ്രോബിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വാർഡ്രോബ് ചെയ്യുമ്പോൾ വാർഡ്രോബിൻ്റെ ബാക്ക് സ്പേസ്, ഭിത്തിയോട് ചേരുന്ന ഭാഗം വരുന്ന ഈ ബാക്ക് പാനൽ എപ്പോഴും PVCയിലോ WPCയിലോ അല്ലെങ്കിൽ മൾട്ടിവുഡിലോ ചെയ്യുന്നതാണ് ഏറ്റവും നന്നായിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഭിത്തിയിൽ നിന്ന് ഈർപ്പം വന്നതിന് ശേഷം വാർഡ്രോബ് കേടുവരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ടോയ്ലറ്റ് വഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ ഭിത്തിയിൽ ഒരു ഈർപ്പം ബാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഈർപ്പം വാർഡ്രോബിനെ അകത്തേക്ക് ബാധിക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് വാർഡ്രോബിൻ്റെ ബാക്ക് പാനൽ നമ്മൾ ഈ മുൻപ് പറഞ്ഞ ഏതെങ്കിലും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബാക്കിയുള്ള വാർഡ്രോബിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഏത് വേണോ നമുക്കത് നമ്മുടെ അഭിരുചിക്കും ബഡ്ജറ്റിനും അനുസരിച്ചിട്ട് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ കോസ്റ്റ് എലമെൻ്റ് ആണ്. ഈ കോസ്റ്റ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് വാർഡ്രോബിൻ്റെ മെറ്റീരിയൽ ഏത് ചൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് 2 പാർട്ടാണ് ഇതിനകത്തുള്ളത്. എല്ലാ മോഡുലാർ മോഡ്യൂൾസിലെയും പോലെ തന്നെ ഇതിനകത്ത് ഒരു കോർ മെറ്റീരിയൽ ഉണ്ടാവും, ഒരു സർഫസ് മെറ്റീരിയലും ഉണ്ടാവും. കോർ മെറ്റീരിയൽ എന്നുള്ളത് പ്ലൈവുഡ് ആവാം, മറൈൻ പ്ലൈവുഡ് ആവാം, MDF ആവാം, എന്ത് മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതനുസരിച്ചിട്ട്. അത് WPCയിലാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് വളരെ ദീർഘകാലം ആ വാർഡ്രോബ് നിലനിൽക്കുകയും അത് വളരെ കാലത്തേക്ക് നമുക്കത് ഉപയോഗപ്രദമാക്കാനും പറ്റും. പക്ഷേ കോസ്റ്റ് വൈസ് WPCയുടെ റേറ്റ് ഇത്തിരി ഹയർ സൈഡിലായിരിക്കും. അതിൻ്റെ താഴെ 710 മറൈൻ പ്ലൈ ഉണ്ട്, അതിൻ്റെ താഴെ മറ്റ് പ്ലൈയുടെ ഇനങ്ങളും ഉണ്ട്, അതുപോലെ MDF ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ സർഫസ് ഏറ്റവും പ്രീമിയം റേഞ്ചിൽ നമുക്ക് കിട്ടാവുന്ന ഇന്നത്തെ ഒരു ഓപ്ഷൻ ഗ്ലാസ് ആണ്. ഗ്ലാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഷട്ടർ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ടൈൽസ് പോലുള്ള വളരെ വെറൈറ്റി ടൈപ്പിലുള്ള ഷട്ടറുകളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവായിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാമിനേറ്റിൻ്റെ ഓപ്ഷൻസ് ആയിരിക്കും കുറച്ചും കൂടി അഡ്വൈസബിൾ ആവുക. പ്ലൈയുടെ മുകളിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള വാർഡ്രോബുകളായിരിക്കും നന്നാവുക. അതിൽ ഷട്ടർ തന്നെ 2 ടൈപ്പിലുണ്ട്. ഓപ്പണബിൾ ടൈപ്പിലും ഉണ്ട്, സ്ലൈഡിംഗ് ടൈപ്പിലും ഉണ്ട്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും കൺവീനിയൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓരോ സ്ഥലത്തെ ആവശ്യകത അനുസരിച്ചിട്ട് ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ എന്നാലും ഓപ്പണബിളാണ് കുറച്ചും കൂടി നമുക്ക് കൂടുതൽ ഒരു ഈസിനെസ് നൽകുന്നത്. സ്ലൈഡിങ് പക്ഷേ ചില സ്ഥലങ്ങളിൽ സ്പേസ് ലിമിറ്റേഷൻസ് ഉള്ള സ്ഥലത്ത് നമുക്ക് ഈ ഓപ്പണബിൾ ചെയ്യുന്നതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. അവിടെ നമുക്ക് ഈ സ്ലൈഡിങ്ങിൻ്റെ വാർഡ്രോബ് തന്നെ സ്ലൈഡിംഗ് ഡോർ ആയിരിക്കും ഏറ്റവും അഭികാമ്യമായിരിക്കുക. സ്ലൈഡിങ്ങിൽ തന്നെ ഏറ്റവും പുതിയൊരു മെക്കാനിസം ഇപ്പോൾ വന്നിട്ടുണ്ട്. സാധാരണ ഡോർ സ്ലൈഡ് ചെയ്യുമ്പോൾ ഒരു ഡോറ് ഒന്നിന് മുകളിലായിട്ട് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുകയാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ അത് വന്ന് ആ ഡോറ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് നിൽക്കാതെ 2 ഡോറും കൂടി ചേർന്നുകൊണ്ട് ഒറ്റ ലൈനിൽ നിൽക്കുന്ന രീതിയിലുള്ള മെക്കാനിസം ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതും നമ്മൾക്ക് ഈ സ്ലൈഡിംഗ് ഡോർ ചെയ്യുന്ന സമയത്ത് ആലോചിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനി വാർഡ്രോബുകളെ എങ്ങനെ യുണീക്കായിട്ട് ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ്. വാർഡ്രോബിനകത്ത് നമുക്ക് ഒരുപാട് ഇംപ്രവൈസേഷൻസ് ചെയ്യാൻ പറ്റും. ഒന്ന്, അതിൻ്റെ ഹാൻഡിൽസുകൾ നമ്മൾ നോർമൽ ഹാൻഡിൽസിന് പകരം നമുക്ക് പ്രൊഫൈൽ ഹാൻഡിൽസ് കൊടുക്കാവുന്നതാണ്. അതുകൂടാതെ നമുക്ക് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത് കസ്റ്റം മെയ്ഡായിട്ട് വുഡിലും ഒക്കെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഹാൻഡിലുകൾ മേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ അതുകൂടാതെ വാർഡ്രോബിൽ നമുക്ക് കസ്റ്റം മെയ്ഡായിട്ട് ഡീറ്റെയിലിങ്ങുകളോ ഡിസൈൻസുകളോ ഹാൻഡ് വർക്കുകളോ ഒക്കെ ചെയ്യാവുന്നതാണ്. സ്റ്റിക്കറിങ് പോലുള്ള സംവിധാനങ്ങൾ അവൈലബിൾ ആണ്. ഗ്ലാസ്സിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഗ്ലാസ്സിൽ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള എൻഗ്രേവിങ്ങുകളും പിക്ചറുകളും അതിൻ്റെ മുകളിൽ കൊടുത്തതിന് ശേഷം അത് നമുക്ക് വാർഡ്രോബായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുകൂടാതെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ നമുക്ക് ഓട്ടോമേഷൻ വരെ നമുക്ക് വാർഡ്രോബിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് ഓട്ടോമേഷനിൽ ഡോറ് തുറക്കാം, അടയ്ക്കാം, LED ലൈറ്റുകൾ അതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. അതുമാത്രമല്ല നമ്മളുടെ കിഡ്സിൻ്റെ ഒക്കെ ബെഡ്റൂമുകളൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള പലതരത്തിലുള്ള ഡിസൈൻസുകളും നമുക്ക് അതിനകത്ത് കൊടുക്കാം. ഇപ്പം ഇതിനകത്ത് ഈ വാർഡ്രോബിനകത്ത് കേട്ടോ ഒരു കടലിൻ്റെ
രീതിയിലാണ് ഇതിൻ്റെ ഒരു ഷട്ടർ ചെയ്തിരിക്കുന്നത്. അടുത്ത ഷട്ടർ സ്ലൈഡിംഗ് ടൈപ്പിലാണ്. അപ്പോൾ അടുത്ത ഷട്ടർ നമ്മളിവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ശരിക്കും ഒരു കപ്പൽ കടലിനകത്ത് കൂടി പുറത്തേക്ക് വരുന്നത് പോലുള്ള ഒരു ഫീലിംഗ് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇംപ്രവൈസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസുകളും നമുക്ക് വാർഡ്രോബ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നോക്കാവുന്നതാണ്. ഇനി ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാർഡ്രോബ് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. വാർഡ്രോബ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അത് ഒരു ഒപ്റ്റിമം ഡിസൈൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു വാർഡ്രോബ് നമ്മൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് വേ. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ആക്സസറീസുകളെയും ആവശ്യമുള്ള സ്പേസുകളെയും മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ വളരെയധികം കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് വാർഡ്രോബ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് ഒരു ഒപ്റ്റിമം മെറ്റീരിയൽ ചൂസിങ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കിച്ചനോ അതുപോലുള്ള ഏരിയകളോ ചെയ്യുമ്പോൾ WPCയോ 710 മറൈൻ പ്ലൈയോ മസ്റ്റായിട്ടും ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം അവിടെ വെള്ളം വീഴുന്ന സ്ഥലമാണ്. പക്ഷേ അകത്തേക്ക് വരുമ്പോൾ വാർഡ്രോബിന് നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ടുള്ള കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള മെറ്റീരിയൽസുകൾ ചൂസ് ചെയ്യാവുന്നതാണ്. വാർഡ്രോബിനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ ഗുണകരമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.